ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് അനൂപ് ജോസ്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് സ്റ്റോക്കിൽ SIP ചെയ്യുന്നതിനെ കുറിച്ചാണ്. നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യുന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാൽ സ്റ്റോക്കിൽ അല്ലെങ്കിൽ ETFകളിൽ എങ്ങനെ SIP ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്കിവിടെ അതിനായി ഏതെങ്കിലും ഒരു സ്റ്റോക്ക്, നിങ്ങൾ SIP ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റോക്ക്, ഞാനിവിടെ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാണ്, അതൊരു റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്റ്റോക്ക് എടുക്കുക. ഞാനിപ്പോൾ അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് നിങ്ങളിത് കാണിക്കുന്നത്. അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഫർദർ സർവീസും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോക്ക് SIP എന്നുള്ള ഓപ്ഷൻ കാണാം. ഗെറ്റ് സെറ്റ് SIP എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ എമൗണ്ട് എൻ്റർ ചെയ്യണം, അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ഫിൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് എമൗണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്കവിടെ ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ട്, അതല്ലാതെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള നമുക്കൊരു കസ്റ്റം എമൗണ്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം രണ്ട് ഓപ്ഷൻസാണ് ഇവിടെ ചോദിക്കുന്നത്. ഒന്ന് സെലക്ട് ഫ്രീക്വൻസിയും സെലക്ട് ഡേയും. ഓക്കെ, സെലക്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് മന്ത്ലി കൊടുക്കുകയാണെങ്കിൽ എവറി മന്ത് ഏത് ദിവസം, അതായത് 1 to 28 വരെ ഒരു കലണ്ടറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഏത് ദിവസം വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്താൽ ആ ഒരു പർട്ടിക്കുലർ ഡേയിലായിരിക്കും നമ്മുടെ SIP ട്രിഗർ ആകുക. ഓക്കെ, അതല്ല നമുക്ക് വീക്കിലിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എവറി വീക്കിലി നിങ്ങൾക്ക് SIP ചെയ്യാം. അപ്പോൾ നമുക്കവിടെ മൺഡേ ടു ഫ്രൈഡേ 5 ഡേയ്സാണ് അവൈലബിൾ ഉള്ളത്. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വീക്കിലി നമ്മുടെ SIP ട്രിഗർ ആവും. ഓക്കെ, അപ്പം ഫസ്റ്റ് SIP എന്ന് പറയുന്നത് നിങ്ങൾ SIP പ്ലേസ് ചെയ്യുന്ന അതേ ദിവസം, അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ആണെങ്കിൽ നെക്സ്റ്റ് ഡേ യുവർ ഫസ്റ്റ് SIP വിൽ ബി പ്ലേസ്ഡ് വെൻ ദ മാർക്കറ്റ് ഓപ്പൺസ്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് SIP ട്രിഗർ ആവും. അതിനുശേഷം നെക്സ്റ്റ് SIP നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം ട്രിഗർ ആവുന്നതായിരിക്കും. അതോടെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ദ നെക്സ്റ്റ് SIP വിൽ ബി പ്ലേസ്ഡ് അറ്റ് 11 AM ആസ് പെർ ദ ഫ്രീക്വൻസി ആൻഡ് ഡേ സെലക്റ്റഡ്. അപ്പോൾ ഓക്കെ, നമ്മളത് കണ്ടിന്യൂ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. എത്ര എമൗണ്ട് ആണ് അപ്കമിങ് SIP ഡേറ്റ്, കാര്യങ്ങളൊക്കെ. ഓക്കെ, അതിനുശേഷം സെറ്റപ്പ് ഓട്ടോ SIP എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ SIP എനേബിൾ ചെയ്യാതെ നമുക്ക് SIP ചെയ്യാം. അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്തിരിക്കുന്ന SIPയുടെ എമൗണ്ട് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസിൽ നിന്നാണ് ഡിഡക്റ്റ് ആവുക. അഥവാ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസിൽ ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് ആണെങ്കിൽ നമ്മുടെ SIP ഫെയിലാവും. ആ ഒരു പർട്ടിക്കുലർ SIP മാത്രം ഫെയിലാവും. അതിനുശേഷം നെക്സ്റ്റ് തവണയും നമ്മുടെ അക്കൗണ്ടിൽ ഫണ്ട് ഇല്ലെങ്കിൽ അത് ഫെയിലാവും. അതല്ലെങ്കിൽ ഫണ്ട് ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ 3 തവണ ഫെയിലായി കഴിഞ്ഞാൽ നമ്മുടെ SIP സ്റ്റോപ്പ് ആവും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് അവിടെ തന്നെ, ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ തന്നെ ഉണ്ടാവും, നമ്മുടെ SIP ടെമ്പററി സ്റ്റോപ്പ് ആവും. അത് അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് ഓരോ തവണയും നമ്മൾ ഫണ്ട് ആഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെറ്റപ്പ് ഓട്ടോ SIP എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് സെറ്റപ്പ് ഓട്ടോ SIP കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഥവാ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫണ്ട് ഇല്ലെങ്കിൽ നമ്മളൊരു മാൻഡേറ്റ് സെറ്റപ്പ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ UP അക്കൗണ്ടുമായിട്ട് ഒരു മാൻഡേറ്റ് സെറ്റപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഒരു വെരിഫിക്കേഷൻ ചെയ്ത് അതിലൂടെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ വരും. അപ്പം അത് ജസ്റ്റ് ₹1 ക്രെഡിറ്റ്, നമ്മൾ എങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തോ അതേ രീതിയിൽ തന്നെ നമ്മളൊരു 15,000 അപ് ടു, നമുക്കത് എമൗണ്ട് ചൂസ് ചെയ്യാം. എത്ര എമൗണ്ട് ആണ് നിങ്ങൾ മാൻഡേറ്റ് ചെയ്യുന്നത്, ലൈക്ക് 5,000 10,000 എത്ര എമൗണ്ട് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒരു തവണ ചെയ്താൽ മതി, എല്ലാ സ്റ്റോക്കിനും ചെയ്യേണ്ട കാര്യമില്ല. അത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന UP അഡ്രസ്സുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ മാൻഡേറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിൽ നിന്ന് തന്നെ നിങ്ങളുടെ എമൗണ്ട് ഡെബിറ്റായി, അത് അപ്സ്റ്റോക്സിലോട്ട് ക്രെഡിറ്റായി, അവിടുന്ന് ഓട്ടോമാറ്റിക് SIP നടക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ അത് ഓഫ് ചെയ്തുകൊണ്ട് കൺഫേം ടു ബൈ കൊടുക്കുകയാണ്. ഇപ്പം ഈ ഒരു സ്റ്റോക്കിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു മെസ്സേജ് കാണിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് കാണിക്കത്തില്ല, കാരണം ഇത് സെക്യൂരിറ്റി അണ്ടർ സർവീലൻസിൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റോക്ക് ആയതുകൊണ്ട്. ഓർഡർ എനിവേ, യു ആർ സ്റ്റാർട്ടഡ് എ വീക്ക്ലി SIP ഓഫ് 500 ഇൻ സ്വിസ്ലോൺ എനർജി എന്നുള്ളൊരു ഓപ്ഷൻ വന്നു. നമുക്കിവിടെ ബെനിഫിറ്റ് ഓഫ് ഓട്ടോ SIPയുടെ വീഡിയോസിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ അത് ഇവിടെയും നമുക്ക് സെറ്റപ്പ് ഓട്ടോ SIP ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ UPI ഏതാണ് നമ്മുടെ, ഏത് മെത്തേഡാണ് വേണ്ടത് അത് കൊടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോ SIP ആവുന്നതായിരിക്കും. എനിവേ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. നമുക്ക് വ്യൂ SIPയിലോട്ട് പോകാം. നമ്മുടെ വ്യൂ SIPയിൽ പോയി കഴിഞ്ഞാൽ നമ്മളോട് ചെയ്തിരിക്കുന്ന SIPകൾ ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് അവിടെ ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു സ്റ്റോക്ക് ഓപ്പൺ ആവും. സ്റ്റോക്ക് ഓപ്പൺ ആയതിനു ശേഷം ആക്റ്റീവ് SIP എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ആക്റ്റീവ് SIP ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വാങ്ങിയ ഡേറ്റ്സുകളും
അത് ഓരോ തവണ ഏതൊക്കെ വിലയിലാണ് ഏതൊക്കെ ദിവസം വാങ്ങിയെന്നുള്ള ലിസ്റ്റ് ഇവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ട് കാണിക്കും. സമ്മറി ഇവിടെ കിട്ടും. അതിനുശേഷം ലാസ്റ്റ് SIP എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അകത്ത് ഈ ഒരു ടാബിൽ നമുക്ക് നമ്മുടെ SIP കാണാവുന്നതാണ്. അവിടെ നമുക്ക് ആ ലാസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏത് സമയം വേണമെങ്കിലും നമുക്ക് SIP ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, വൺസ് അത് ക്ലിക്ക് കഴിഞ്ഞാൽ നമ്മുടെ SIP ക്യാൻസൽ ആവും. അപ്പോൾ ഇത്രയാണ് ഒരു സ്റ്റോക്ക് SIP ചെയ്യുന്നതിൽ. വളരെ കോംപ്ലിക്കേറ്റഡ് ആകുന്നില്ല, വളരെ ഈസിയാണ്, ആർക്കും ചെയ്യാവുന്നതാണ്. കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. സംശയം വരാൻ സാധ്യതയില്ല. എനിവേ, വീഡിയോ കണ്ടതിനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്നും വിചാരിച്ചുകൊണ്ട് താങ്ക്സ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.